ഹലോ, വെൽക്കം ടു AutoStarke. നമ്മളിപ്പോൾ ഉള്ളത് AutoStarkeൻ്റെ തൃശ്ശൂർ റീറ്റെയിലാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ റീറ്റെയിൽ മാനേജറാണ് സിജിത്ത്. ഹായ്. അപ്പം നമ്മൾ ഇന്ന് AutoStarkeൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80-90 വീഡിയോകൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും പല വീഡിയോസിലും യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ നമുക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഈ കമൻറ്റ്സിൽ എല്ലാവർക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ കസ്റ്റമർ ഞാൻ ഇനി മുതൽ സംസാരിക്കുന്ന ഒരു കസ്റ്റമർ വ്യൂ പോയിന്റിലായിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ചിലതൊക്കെ എനിക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും ഒരു കസ്റ്റമർ എന്താണ് നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, AutoStarkeന് എന്താണ് അറിയാൻ ആഗ്രഹമുള്ളത്, അത് ഞാൻ ചോദിക്കുകയാണ്. സോ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ ഥാറാണ്. ഈ ഥാറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കസ്റ്റമറിന് ചോദിക്കാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചോദിക്കുകയാണ്. സോ ഇത് ഏത് മോഡലാണ്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ കസ്റ്റമേഴ്സിന് വേണ്ടി? ഇതിപ്പോൾ 2000 നമുക്ക് പറയുകയാണെങ്കിൽ 20 മോഡൽ വണ്ടിയാണ് ഥാർ. ഓക്കെ. നമ്മൾ വണ്ടി എടുത്ത് മീൻസ് കസ്റ്റമർ വണ്ടി കൊടുന്ന് നമുക്ക് ഫുൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എന്നാൽ ഫുൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഥാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ റാംഗ്ലറിൻ്റെ മുഖമാണ്. സോ നമ്മൾ അതിലേക്ക് ഓൾമോസ്റ്റ് എത്തിക്കാനുള്ള പോലെ നമ്മൾ കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്രണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്രില്ല് നമുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് റാംഗ്ലർ ടൈപ്പ് ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. ഇത് റാംഗ്ലറിന്റെ ഗ്രില്ല. അതെ, 7 സ്ലോട്ട് ഗ്രിൽ എന്ന് പറയും. 7 സ്ലോട്ട് ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ 7 ആണോ അവർ പറയുന്നത്? അതെ, സ്ലോട്ട്സ് എന്ന് പറയുന്നത് 7 സ്ലോട്ട്. അപ്പോൾ ആ ഗ്രില്ല് അതേപോലെ തന്നെ നമുക്ക് പറയാൻ ഹെഡ്ലൈറ്റ്സ് മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബമ്പേഴ്സ്. എല്ലാവർക്കും ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾ എന്ന രീതിയിൽ നിന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ വരുന്ന വണ്ടിയൊക്കെ വരുന്നത് നോർമൽ ABS നമുക്ക് ബമ്പേഴ്സാണ് വരുന്നത്. ഇത് മെറ്റലാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ പല നമ്മൾ തന്നെ ഇവിടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്, ബമ്പേഴ്സ് കുറേ അവൈലബിൾ ആണല്ലോ. ഈ ടൈപ്പും ഇതല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് AutoStarkeൻ്റെ ബമ്പേഴ്സിന് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രാൻഡായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അവരോട് അടുത്ത് പോയി നമ്മുടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരെ ഇരുന്ന് എങ്ങനെയാണോ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു വണ്ടിക്ക് വേണ്ടതെന്ന രീതിയിൽ അതിൻ്റെ നമുക്ക് എത്ര വെയിറ്റ് വേണം എല്ലാ കാര്യം ഡിസൈൻ ചെയ്തിട്ടാണ്. ഡിസൈനിലെല്ലാം ഒരുപോലെ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി അത് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ മെറ്റീരിയൽ ക്വാളിറ്റി അല്ലേ? മെറ്റീരിയൽ ഡിഫറെൻ്റ് എല്ലാം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾ കേരളയാണോ അതോ ഓൾ ഇന്ത്യ? നമുക്ക് ഓൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആസിഫിനെ നമ്മൾ ഓൾ കേരള മാത്രമേ കൊടുത്തു, നമ്മുടെ ഷോറൂംസ് മാത്രമേ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇതൊരു മാസ് പ്രൊഡക്ഷനിക്ക് വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. പക്ഷേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. അങ്ങനെയാണ് വരുന്നത്. ബമ്പർ അല്ല, അപ്പോൾ റിയർ ബമ്പർ ഉണ്ടോ? ഫ്രണ്ടും റിയറും ഉണ്ട്. റിയർ ബമ്പർ മെറ്റലാണോ? അല്ല, ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കത് ഫൈബറാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ മെറ്റൽ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ഫോഗ് ലാംപ്സ് ആണ്. ഫോഗ് ലാംപ്സ് വെച്ചിട്ടുള്ളത് ഓസും പറഞ്ഞ ബ്രാൻഡാണ്. അത് ഇൻക്ലൂഡിങ് പ്രൊജക്റ്റാണ് വരുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HID ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നല്ല പ്രകാശത്തിന് നമുക്കത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അതിൽ ഡിമ്മും ബ്രൈറ്റ് ഉണ്ടോ? നേരത്തെ ഞാൻ ഓൺ ആക്കിയപ്പോൾ ഫോഗിൽ തന്നെ ഡിമ്മും ബ്രൈറ്റ് ഉണ്ടോ? ഫോഗ് തന്നെ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ നമുക്കൊരു ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ഫോഗ് ലാമ്പോട് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഈ ഇതെന്ത് ലൈറ്റ്സാ റൂഫിൽ വന്നിട്ടുള്ളത്? ഇത് നമുക്ക് ശരിക്കും ഷോ ആണ്. ഹമ്മർ ലൈറ്റ്സ് എന്ന് പറയും. ഹമ്മറിന് നമുക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അത് ലോങ് എന്ന് കാണുമ്പോൾ നമുക്ക് വണ്ടിയുടെ വിസിബിലിറ്റി വളരെ കൂടും. ഫോഗ് ഏരിയയിൽ പോകണമെങ്കിൽ നമുക്ക് വിസിബിലിറ്റി വളരെ കൂടി വരും. അതിനാണ് നമുക്ക് ഹമ്മർ ലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്ര മോഡൽ ഹമ്മർ ലൈറ്റ്സ് ഉണ്ട്? ഹമ്മർ ലൈറ്റ്സ് നമുക്ക് 3-4 ടൈപ്പ് ഹമ്മർ ലൈറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ? നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതിന് ഇതേ സെയിം മോഡൽ തന്നെ നമുക്ക് സ്മോക്കി വരുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് വേറെ വെറൈറ്റീസ് ഞാൻ അത് കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത്. അതെ അതെ. അതേപോലെ തന്നെ നമുക്ക് കാരിയർ സെയിം. ഇത് നമ്മൾ ഓൺ ബ്രാൻഡ് നമുക്ക് ഇറക്കുന്നതാണ്. റൂഫിലത്തെ കാരിയർ വരുന്നതാണ്. ഇത് നമുക്ക് എന്ന് പറയുന്നത് ഹാഫ് ടൈപ്പ് കാരിയർ ആണ്. ഇത് തന്നെ ഫുൾ ടൈപ്പ് കാരിയർ വരുന്നുണ്ട്. ബാക്കിൽ വരെ വരുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ 2 ചെറിയ അഡീഷണൽ ക്ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓഫ് റോഡിങ് ലൈറ്റ്സ് അതും സെറ്റ് ചെയ്യാം. ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പക്ക സ്ട്രോങ് ആയിട്ടാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാ ലഗേജും കയറ്റുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ വേറെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി ശരിക്കും സോഫ്റ്റ് ടോപ്പ് ആയിരുന്നു. നമ്മൾ ഹാർഡ് ടോപ്പ് നമ്മൾ ചെയ്തതാണ്. ഈ ഹാർഡ് ടോപ്പ് നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. ഇത് കമ്പനി ഹാർഡ് ടോപ്പ് അല്ല. അതെ, ഇത് കമ്പനി ഹാർഡ് ടോപ്പ് അല്ല, ആക്കിയതാണ് അത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത് ഓട്ടോമാറ്റിക് സ്റ്റെപ്സ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. വണ്ടിക്ക് വളരെ ഹൈറ്റ് കൂടുതലാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് അതിന് നമ്മളൊരു കൊടുത്തുള്ള ഓട്ടോമാറ്റിക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഒരു
എപ്പോഴും നമുക്കിപ്പോൾ നമ്മൾ സൈഡ് സ്റ്റെപ്പ് എല്ലാ ബ്രാൻഡിനും ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എങ്ങനെ ഇപ്പോൾ നമുക്കൊന്ന് നമുക്ക് ഡെമോ കാണിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ കാര്യം ഇതിന് മുകളിൽ കയറി നമുക്ക് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാനും കൂടി കയറുന്നോട്ടെ. ഓ പിന്നെന്താ, കാണിക്കാലോ. അത്യാവശ്യത്തിന് സ്ട്രോങ് ആണ്, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അത് ഈ ക്ലാമ്പിന്റെ ഡിസൈനിലായിരിക്കും ഇത്രയും ഫോഴ്സ്. അതെ, അതായത് ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാമ്പിന്റെ ഉപയോഗിച്ചുള്ള മെറ്റീരിയലും എല്ലാം നമുക്ക് അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഈ സൈഡിൽ നമുക്ക് അതേപോലെ സൈഡിലേക്ക് നമ്മൾ വിൻഡോസ് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റാംഗ്ലർ എന്നാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചവിട്ടി കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മുകളിൽ വെക്കണം, ഇപ്പോൾ പിന്നെ അത് കയറുമല്ലോ. ചവിട്ടി കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റെപ്പുമ്പോൾ ചവിട്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതുമ്പോൾ ചവിട്ടി നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുകളിലേക്ക് കയറാം. അതിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതിന്റെ പർപ്പസ് എന്താ ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ പർപ്പസ് വരുന്നത്. ഇപ്പോൾ വാഷ് ചെയ്യാനും ലഗേജ് അല്ല, നമുക്ക് ലഗേജ് വെക്കണമെങ്കിൽ നമുക്ക് റൂഫിൽ കയറി വെച്ചു നമുക്ക് ലഗേജ് വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അതിന് മുകളിലേക്ക് കയറണമെങ്കിൽ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അതിന് വേണ്ടി വെക്കുന്നതാണ് അത്. ഇതിന്റെ പേരെന്താ? സൈഡ് ഹിഞ്ചസ് എന്ന് പറയും. നമുക്ക് ചവിട്ടിയ ഹിഞ്ചസ് വരുന്നതാണ് അത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് സൈഡിലേക്ക് ടയറും അലോയ്സും നമ്മളോട് മാറിയിട്ടുള്ളതാണ്. ടയറും അലോയ്സും നമ്മൾ മാറിയിട്ടുണ്ട്. 18 ഇഞ്ചസ് വരുന്നതാണ്. ഫ്യൂവലിനെ തന്നെ അലോയ്സ് ആണ് ഇട്ടിട്ടുള്ളത്. മാക്സിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്ലാഡിങ് ഞാൻ കോട്ടയത്ത് ഒരു വണ്ടിയിൽ കണ്ടിരുന്നു, വേറൊരു ടൈപ്പിലുള്ളത്. അത് നമുക്ക് ഇവിടെ പിന്നെന്താ എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഓഫ് ഫെൻഡേഴ്സ് വരുന്നുണ്ട്. ഫെൻഡേഴ്സ് എല്ലാം നമുക്ക് സൈഡിൽ വരുന്നുണ്ട്. നമുക്കത് മാറ്റാം. ഇത്തിരി കൂടി ഒരു ബൾക്കി അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫെൻഡേഴ്സ് വരുന്നുണ്ട്. ഇത് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ബോഡി കളർ ആക്കിയിട്ടുള്ളതാണ്. അത് ഫൈബറും മെറ്റലിനും മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കി നമുക്ക് സെയിം ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും മാറ്റിലല്ലേ മാറ്റിലാണ് വരിക. ഒക്കെ മാറ്റിലാണ് വരിക. ഇനി ഇതിന്റെ അകത്തുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാമോ? അകത്തിന് പോകുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റിയർ നോക്കാം. റിയറിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിലത്തെ ടൈലൈറ്റ്സ് മാറിയിട്ടുണ്ട്. അതേപോലെ ബാക്കിലെ ബമ്പേഴ്സ് മാറിയിട്ടുണ്ട്. ഇതിനൊരു പേര് പറയല്ലേ, ഇൻഫിനിറ്റി ആണോ? ലേറ്റസ്റ്റ് മോഡൽ 3D മോഡൽ എന്നൊക്കെ പറയാം. 3D ഇൻഫിനിറ്റി മോഡൽ എന്ന് പറയാം. നോക്കി കാണാം, ഉള്ളിലേക്ക് പോയിട്ടുള്ള ടൈപ്പാണ് വരുന്നത്. ഈ ലൈറ്റ്സ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ലൈറ്റ്സിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. സീക്വൻഷ്യൽ അല്ലേ? സീക്വൻഷ്യൽ LED. Sequential യെസ്. ഇത് അടിപൊളിയാട്ടോ. ഇത് ടെയിൽ ലൈറ്റ്സ് എത്ര മോഡലുണ്ട് നമ്മുടെ അടുത്ത്? നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് 5-6 ടൈപ്പ് മോഡൽസ് ടെയിൽ ലാംപ്സ് ഉണ്ട്. ഓക്കെ. അതും നമ്മളിപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കാം. എല്ലാം കൂടി നമുക്ക് ഡെമോ കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ലെങ്തി ആവും. പക്ഷേ ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പം ഇത് മാത്രമല്ല, ഒരു 4-5 ടൈപ്സ് LEDs നമുക്ക് വരുന്നുണ്ട്. ഓരോന്നും സീക്വൻഷ്യൽ തന്നെയാണ് ഉള്ളത്. അതിലേത് ഏറ്റവും മൂവിംഗ് ഉള്ള അങ്ങനെ എന്തെങ്കിലും മോഡൽ ഉണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള മോഡൽ. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടില്ല അധികം. ഇപ്പൊ ചെയ്തേ ഉള്ളൂ നോക്കണ്ടല്ലേ? ഇത് ഞാൻ വേറെ വണ്ടിയിലും കണ്ടിട്ടില്ല എങ്ങും. അതെ, ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് മറ്റേ ബമ്പർ. ഇത് ഫൈബർ ആണെങ്കിൽ പോലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. സ്ട്രോങ് ആയിട്ടാണ്. പക്ഷെ കാണാനും അതുപോലെ തന്നെ ഉണ്ട്. അതെ, നമ്മൾ അതേ ഡിസൈനിങ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫ്രണ്ട് ബാക്ക് ഒരേ ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് എക്സ്ട്രാ ആണോ? എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ്. അത് ബ്രേക്ക് ലൈറ്റ് വരുന്നതാണ്. നമുക്ക് ഹാർഡ് ടോപ്പ് വരുന്ന വണ്ടികൾക്ക് ഇപ്പോൾ നോർമൽ ഈ വണ്ടിക്ക് ഹാർഡ് ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ നമ്മളത് ഡിസൈൻ വെച്ചിട്ടുള്ളതാണ്. ഈ ഹാർഡ് ടോപ്പിൽ മാറ്റുമ്പോൾ എന്തൊക്കെ എക്സ്ട്രാ വരും? ഇതിനുള്ള എല്ലാം ഹാർഡ് ടോപ്പ് വരുമ്പോൾ മെയിൻ ആയിട്ട് ബാക്കത്തെ ഗ്ലാസ്, സൈഡ് ഗ്ലാസ് എല്ലാം ഫിക്സഡ് ആവും. അതേപോലെ തന്നെ മൊത്തം ബോഡി മൊത്തം നമുക്ക് ഫിക്സഡ് ഫൈബേഴ്സ് വരുന്നുണ്ട്. മുകളിലും ബാക്കിലും ഒക്കെ ഫൈബേഴ്സ് ആവും പിന്നെ വരിക. ഇത് നമുക്ക് ഇനി റിമൂവ് ചെയ്യാൻ പറ്റുമോ? അതോ ചെയ്യാലോ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പഴയപോലാക്കി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി പിന്നെ നേരെ നമുക്ക് ഇനി ഉള്ളിലേക്ക് പോവാം. ഇന്റീരിയർ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഇന്റീരിയറിലേക്ക് വരും. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ സീറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സീറ്റാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആദ്യം ചോദിക്കുന്ന സാധനം തന്നെയാണ്. സീറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. സെയിം അതേപോലെ തന്നെ നമ്മൾ ഇത് ആർട്ടിഫിഷ്യൽ ലെതറാണ്. അതിൽ തന്നെ സെന്ററിൽ നമ്മൾ പെർഫറേഷൻ കൊടുത്ത് വെച്ചിട്ടുള്ളത്, മോൾഡ് ചെയ്തിട്ട്. ഇത് കസ്റ്റമറിന് ഫിറ്റ് ആയിരിക്കും. കസ്റ്റമർക്ക് ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കൊള്ളാം, മറ്റേനേക്കാളും വ്യത്യാസമുണ്ട്. നോർമൽ സ്റ്റോക്ക് വരുന്നതിനേക്കാളും ഇത് വേറെ അല്ല. ഈ നമ്മൾ സ്റ്റീരിയോ മാറിയിട്ടുണ്ട്. സ്റ്റീരിയോ കണ്ടു കഴിഞ്ഞാൽ ഓയിൽ ലുക്ക് ആണെങ്കിൽ പോലും നമ്മളത് മാറ്റിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡിങ് ഫ്രണ്ടും ബാക്കും ക്യാമറ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ഇഞ്ചാ? ഇത് 9 ഇഞ്ചാണ് വരുന്നത്. ഇത് 9 ഇഞ്ച് വന്നാൽ OE വരുമ്പോൾ 9 ഇഞ്ച് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. അതെ, ഇത് മാറ്റി ആരും പറയില്ല. എന്നാൽ എല്ലാ ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് ആണ് വരുന്നത്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ ഉണ്ടിരുന്നു ഡിസ്പ്ലേ, അത് കൊള്ളാം.
റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ്. നല്ല വൈഡ്. ഞാൻ നേരത്തെ റിവേഴ്സ് എടുത്തപ്പോൾ കണ്ടിരുന്നു. ഇനി അതിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ, നമുക്ക് ഇൻക്ലൂഡിങ് DVR, നേരെ ഉള്ളിൽ ക്യാമറ വരുന്നത്, ഇൻക്ലൂഡിങ് നമുക്ക് റെക്കോർഡിംഗ്, ഫ്രണ്ട് റെക്കോർഡിംഗ് DVR ആണ് വരുന്നത്. അതിൽ അത് നമുക്ക് എല്ലാം സ്റ്റീരിയോയിൽ കാണാം. അത് ഇവിടെ ലൈവായിട്ട് കാണാം, നമുക്ക് ലൈവായിട്ടും കാണാം. നമുക്ക് അത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ AMG AC വെൻസ് വരുന്നുണ്ട്. AC വെൻസ് നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് ഈ റിമോട്ട് വെച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതിനോട് കൂടി മാച്ച് ചെയ്തിട്ട് നമുക്ക് താഴ്ഭാഗത്ത് ആംബിലൈറ്റ് അതിനൊപ്പം വരുന്നുണ്ട്. അത് ഒരുമിച്ച് കളർ ചേഞ്ച് ആവും. ഇതിന്റെ കളർ മാറുന്നതനുസരിച്ച് മാച്ചിങ് ആയിട്ട് ഫ്ലോറിൽ കളർ മാറും, ആംബിലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് പറയുന്നത് ബാക്കിൽ സീറ്റിൽ നമ്മൾ 2 ആംറെസ്റ്റ് നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെക്കാനും അതേപോലെ ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോർമൽ അവിടെ ഒന്നും ഉണ്ടാവും, പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ കൈ വെക്കാനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് അഡീഷണൽ നമ്മൾ ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഫ്രണ്ട് നമ്മൾ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നമുക്കൊരു ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാം. അതായത് നമ്മൾ സെയിം സീറ്റിനോട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെ, ആ സെയിം കളർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളില് സ്റ്റോറേജ് ഉണ്ട്. ഇത് മാഗ്നറ്റ് ആണല്ലേ? അതെ. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർഡിലേക്ക് മാറ്റിയ. സാധാരണ നോർമലി സോഫ്റ്റ് ഹാർഡിലേക്ക് ചെയ്യുമ്പോൾ പലരും ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാർ എടുത്ത് കളയും. അത് വെക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലായി, ഈ ബാർ അത് എടുത്ത് കളയും. അതെ. ഇത് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തിരിച്ചു വെച്ചു അതിനുള്ളിൽ തന്നെ. അപ്പോൾ വണ്ടിയുടെ സ്ട്രെങ്തോ കാര്യങ്ങളൊന്നും കുറയുന്നില്ല. എന്നാൽ വണ്ടി അതെ അതെ. ഈ റൂഫിന്റെ ഐറ്റംസ് ഇത് നമ്മൾക്കായിട്ട് സോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസ് ആണോ? നമ്മളത് സോഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ OEM അല്ല. പക്ഷേ ഇതിന് സെയിം ഫിനിഷിംഗിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ കാണാനായിട്ട് ഈ മാറ്റ്സ് ഇത് 70 മാറ്റ്സ് ആണ് വരുന്നത്. ഫ്ലോർ മൊത്തം കവർ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ടോട്ടൽ നമുക്ക് എടുത്തതിന്റെ സ്പെസിഫിക് ആയ മുകളിലത്തെ മാറ്റ് മാത്രം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്ക് കമന്റ്സിൽ ഒരു ദിവസം ഒരു കമന്റ് കണ്ടിരുന്നത് ഈ 70 മാറ്റിനേക്കാളും നല്ലത് വിനൈൽ ഫ്ലോറിംഗ് ആണെന്നുള്ള. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വിനൈൽ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി വെക്കുമ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് അതിന് ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 കൊല്ലം കഴിയുമ്പോൾ ഇത് പതുക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിയാലും അറിയില്ല. പതുക്കെ നമ്മുടെ താഴത്തെ കാർപ്പറ്റ് നനയും. അത് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയ ഫോം നനഞ്ഞ ഫ്ലോർ നനയും. പതുക്കെ തുരുമ്പാവും. പിന്നെ ഏറ്റവും ഇതിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കാലാവസ്ഥ ചൂടിൽ കിടന്ന് ഈ വിനയിൽ പതുക്കെ ഉരുകാൻ തുടങ്ങും. ഇത് നമ്മൾ തന്നെ ടോക്സിക് ആയിട്ട് നമ്മൾ തന്നെ അത് വലിച്ചു ഉള്ളിൽ കയറ്റും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. അത് നമ്മളിവിടെ വിനയിൽ ചെയ്യുന്നില്ല. നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ഹാർഡ് മെറ്റീരിയൽ വരുന്നതാണ്. നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. കാൽ ചവിട്ടുന്ന ഭാഗത്ത് മുകളിൽ കാർപ്പറ്റാണ്. നമുക്ക് പൊടികൾ ഒന്നും പരന്ന് മുകളിലേക്ക് കയറുന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും. അതാണ് നമ്മൾ 70 ആയിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് 3D ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ കൂടുതലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഓഫ് റോഡ് പോകുന്ന വണ്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഇത് തന്നെയായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും വെള്ളം കയറും, പിന്നെ വാഷ് ചെയ്യേണ്ടി വരും, മണലൊക്കെ വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ ഗിയർ ലിവർ നോബിൽ നമ്മൾ സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗിയർ ലിവർ നമ്മൾ പാസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാം. സ്റ്റിയറിംഗിൽ നമ്മൾ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഫുൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറെ നമ്മൾ നോക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ചെയ്താണോ ഈ സ്റ്റിച്ചിങ്? OEM ആണോ നമ്മൾ ചെയ്തതാണ്? നമ്മൾ ചെയ്തതാണ്. പക്ഷെ ഇത് പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. എല്ലാം കൂടി ഒരു സെയിം ടോണിൽ വന്നപ്പോഴത്തേക്കും റെഡ് വിത്ത് ബ്ലാക്ക് ടോണിക്ക് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഞാൻ പിന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു ഐറ്റം ക്രാബ് ഹാൻഡിൽ. ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് കയറാൻ. മെയിനായിട്ട് ഈ താറൊക്കെ യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും പിടിച്ച് കയറാനായിട്ട് ഒരു സ്പേസ് ഇല്ലാത്തൊരിതുണ്ട്. ഇവിടെ പിടിക്കാൻ പറ്റും, പക്ഷേ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പക്ക നമ്മളത് പില്ലറിലേക്ക് നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളത് ബോൾട്ട് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്പാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിപ്പോരാ അല്ലെങ്കിൽ ഊരിപ്പോരാ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. അത് ധൈര്യമായിട്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്ര ഇതിന് മൂവ്മെന്റ് ഉള്ളത്. ഞാൻ കുറേ വർക്കിൽ ഞാൻ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഫോർച്യൂൺ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. നമ്മൾ അഡീഷണൽ നമുക്ക് പ്രായമായവർക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. ഫോർച്യൂണിന്റെ ബാക്കിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഈ സൈഡിൽ സൈഡിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുത്തിരുന്നു. അതും റീഇൻഫോഴ്സ്ഡ് ആണ്. ഉള്ളിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പൊ ഈ താറിൽ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും. അതെ, നോർമൽ പറയുകയാണെങ്കിൽ ഇനി ഇതിപ്പോ എക്സ്റ്റേണലി കാണുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഇതിനൊക്കെ കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അൺപ്ലഷീൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് 3 പീസ് ചെയ്തിട്ടുള്ളതാണ്. 3 പീസ്
അതും സെയിം നമ്മൾ ഓൺ ബ്രാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളിത് റേഡിയേറ്റർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും നോർമലി ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ്. ഇത് മെറ്റലാണ് വരുന്നത്. ഇത് തന്നെ നമുക്കിത് കാസ്റ്റ് അയൺ ആണ്. നമുക്കിത് തന്നെ അലുമിനിയം വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വേറെ വരുന്നുണ്ട്. അലുമിനിയം എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഓഫ് കോഴ്സ് അലുമിനിയം കുറച്ച് എക്സ്പെൻസീവ് ആണ്. മനസ്സിലായി. ആ കാസ്റ്റ് അയൺ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, നമ്മൾ രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അണ്ടർഷീൽഡ് മാത്രമേ ഉള്ളൂ അതോ ബമ്പറും അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല, ബമ്പറിൽ നമുക്ക് കാസ്റ്റ് അയൺ മാത്രമേ ഉള്ളൂ. നമുക്ക് അണ്ടർഷീൽഡിൽ നമുക്ക് മെയിൻ ആയിട്ട് എപ്പോഴും ഓഫ് റോഡിങ് പോകുന്നവർക്ക് ഒരയുന്ന ഒരു ഭാഗങ്ങളാണ് നമുക്ക് റേഡിയേറ്റർ സപ്പോർട്ട് അടിഭാഗത്ത് വരുന്ന സപ്പോർട്ട്. ഇത് 3 പീസ് ആണ് ഇരിക്കുന്നത്, സിംഗിൾ പീസ് അല്ല, 3 പീസ് ഉണ്ട്. 3 സൈഡ് സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ നമ്മളിപ്പോ ഇതിന്റെ സൈഡിൽ കാണിച്ചു തരാം. കാരണം ഇതിപ്പോ നമ്മളിപ്പോ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ലിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഫുൾ സപ്പോർട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് വിഞ്ചിന്റെ ഹോൾ ആയിരിക്കും അല്ലേ? അതെ, ബ്രാക്കറ്റ് വന്നിട്ട്. അതെ. പിന്നെ അതേപോലെ തന്നെ ഒരു മേജർ ചെയ്തിട്ടുള്ള കാര്യം സസ്പെൻഷൻസ് ചെയ്തിട്ടുണ്ട്. മറ്റേ സസ്പെൻഷൻ AVO ബ്രാൻഡാണ് ചെയ്തിട്ടുള്ളത്, ജർമ്മൻ ബ്രാൻഡാണ് ചെയ്തിട്ടുള്ളത്. അത് അതിലാവുമ്പോൾ 4 ഷോക്കും വരും, ബാക്കിൽ 2 റിയർ സ്പ്രിങ്സും വരും. അങ്ങനെയാണ് കിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും നമുക്കൊരു ഹെവി ലോഡഡ് ആണെന്നുള്ളത് വണ്ടിയുടെ അകത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയുന്നില്ല. താറിന് നോർമലി അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ടോ? അല്ല, അത് കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റില്ല. SUVs എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു കുലുക്കോ അല്ലെങ്കിൽ റഫ്നെസ് വേണം. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു ടഫ് ലുക്കില് ഒരു സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് വേണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മൾ ട്രൈ ചെയ്യാണ്. കാരണം ഇത് ഡാമിംഗ് ഫോഴ്സ് സിസ്റ്റം ഉള്ള ഷോക്കാണ് വരുന്നത്. അപ്പോൾ സോ നമുക്ക് അത് സോഫ്റ്ററും ആക്കാം, സ്റ്റിഫറും ആക്കാം. അങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. സോ അത് നമുക്ക് ഇത്തിരി കൂടിയും നമ്മൾ റൈഡ് സ്മൂത്ത് ആക്കി തരും. ഒരു ബോഡി റോളിങ്ങോ അല്ലെങ്കിൽ വണ്ടിയുടെ കുലുക്കോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സ്മൂത്ത് ആയിരിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിടുമ്പോൾ ഒരു മോഡലാക്കിയിട്ട് വിടാം കസ്റ്റമർ. അത് ഓൾറെഡി നമ്മളിപ്പോൾ വണ്ടിയുടെ ഹൈറ്റും വെയിറ്റും എല്ലാം അനുസരിച്ചുള്ള ഒരു മോഡ് വരുന്നുണ്ട്. അതിലാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് കസ്റ്റമർക്ക് കൂടുതൽ സോഫ്റ്റ് ആക്കണം എന്ന് ആക്കാം. അതിന് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് അവോ ആണോ എവിയോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് വരും. മേജറായിട്ട് നമ്മൾ ഇനി ഇതിപ്പോ ഇതില് ഇല്ലാത്ത കുറെ ആക്സറീസ് അഡീഷണൽ ഇപ്പൊ വേറെയും കുറെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് സൈഡ് മിറേഴ്സ് നമുക്ക് ഫോൾഡബിൾ ആക്കാം. ഓട്ടോ ഫോൾഡിംഗ് മിറർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അലോയ്സ് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഗ്രില്ല് തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഗ്രില്ല് വേറെയും വന്നിട്ടുണ്ട് ഗ്രില്ലുകൾ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പറയുന്നത് നമുക്ക് ബാക്കിലത്തെ സ്റ്റെപ്പിന്റെ മുഖത്ത് ലൈറ്റ് വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും ഇതിൽ കയറിയിട്ടില്ല. എല്ലാത്ത ഐറ്റംസ് ഒരുപാട് ഇപ്പോഴും ലേറ്റസ്റ്റ് ഇപ്പോഴും ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ താറിൽ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സീസൺ. ഓക്കെ, ഓട്ടോസ്റ്റാർക്കിൻ്റെ ഇനി കമ്മിങ് വീഡിയോസിലും എപ്പിസോഡ്സിലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നമ്മൾ നോർമലി ചെയ്യുന്ന വീഡിയോസ് കൂടാതെ ഇതുപോലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ കുറച്ചധികം വരുന്നുണ്ട്. കുറച്ച് ഡെലിവറീസും കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഗ്യാപ്പും നോർമലി കുറവാണ്. ഇതിപ്പോൾ നമ്മൾ ഷൂട്ടിന് വേണം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്താണ്. അപ്പോൾ എന്തായാലും താങ്ക് യു കസ്റ്റമറിനും. താങ്ക് യു നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് തന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂരിലെ താറിൻ്റെ വിശേഷങ്ങൾ. സോ ഇനി അടുത്തൊരു വണ്ടിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.